ഇംഗ്ലണ്ടിലെ നാടൻ ഗാനങ്ങളെല്ലാം കൂടി സമാഹരിച്ച് പ്രസിദ്ധീകരിക്കാൻ വില്യം വേഡ്സ്വർത്തും സാമുവൽ ടൈലർ കോളറിഡ്ജും കൂടി തീരുമാനിച്ചു. ബാലഡ്സ്, നാടൻ കഥാഗാനങ്ങളെല്ലാം സമാഹരിച്ചിട്ട് നല്ല ഒരു അവതാരികയോടുകൂടി, നല്ല ഒരു മുഖവരയോടുകൂടി, പഠനീയമായ ഒരു മുഖവരയോടുകൂടി, രണ്ടുപേരും റൊമാൻറ്റിക് കവികളാണ്. അങ്ങനെ ഇരിക്കുകയാണ് അദ്ദേഹം ജർമ്മനിയിൽ പോയത്. കോളറിഡ്ജ് ജർമ്മനിയിൽ ചെന്ന് അദ്ദേഹം പെട്ടെന്ന് പോരാം എന്ന് ഉദ്ദേശിച്ചാണ് പോയതെങ്കിലും അദ്ദേഹം അവിടെ 9 വർഷം ജീവിക്കുകയുണ്ടായി. 9 വർഷം താമസിച്ചു. അപ്പോൾ അദ്ദേഹം കാൻറ്റിനെയും ഹെഗലിനെയും പഠിച്ചു. തിരിച്ചു വന്നു കഴിഞ്ഞപ്പോൾ വേഡ്സ്വർത്തുമായിട്ട് ഇതെഴുതാനുള്ള സന്നദ്ധത അദ്ദേഹത്തിനുണ്ടായിരുന്നില്ല. കാരണം നിരൂപണം അങ്ങനെയല്ല വേണ്ടത് എന്ന് അദ്ദേഹത്തിന് ഇത് പഠിച്ചപ്പോൾ, എന്താണ് ബ്യൂട്ടി, വാട്ട് ഈസ് ബ്യൂട്ടി എന്ന് ആര് ചിന്തിക്കുന്നുണ്ട്? കാൻറ്റ് ചിന്തിക്കുന്നുണ്ട്, ഹെഗൽ ചിന്തിക്കുന്നുണ്ട്. എന്താണ് സൗന്ദര്യം എന്ന അവരുടെ യുക്തിപൂർവമായ പ്രബന്ധങ്ങൾ, കാൻറ്റിൻ്റെയും ഹെഗലിൻ്റെയും പ്രബന്ധങ്ങൾ പഠിച്ച് ഈ ദാർശനികമായ ഔന്നത്യം ഇംഗ്ലീഷുകാർക്കല്ല, പിന്നെ ആർക്കാണ്? ജർമ്മൻകാർക്കാണ്.